ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സംസാരിച്ചു തുടങ്ങിയപ്പോൾ ബാലചന്ദ്രമേനോന് മനസ്സിലായി താൻ വിചാരിച്ചതുപോലെയല്ല കാര്യങ്ങൾ. രോഹിത്തിനോട് അത് തുറന്നു പറയുകയും ചെയ്തു. എനിക്കിത് പറയാൻ നീ കരുതുന്നതിനേക്കാൾ ബുദ്ധിമുട്ടുണ്ട്. ഞാൻ എൻ്റെ മകനോടാണല്ലോ സംസാരിക്കേണ്ടത്. അതിന് ചില പരിമിതികളുമുണ്ട്. അച്ഛന് അത്ര വിഷമമാണെങ്കിൽ പറയണ്ട, രോഹിത്ത് പറഞ്ഞു. പറയുന്നത് പോലെ തന്നെ വിഷമകരമാണ് പറയാതിരിക്കുന്നതും. ഞാനൊരു ഹാർട്ട് പേഷ്യൻ്റ് ആണെന്ന് നിനക്കറിയാമല്ലോ. OP ടിക്കറ്റ് എടുത്ത് ഡോക്ടറെ കാണാൻ കാത്തിരിക്കുന്ന രോഗിയെപ്പോലെയാണ് ഞാൻ. ഏതു നിമിഷവും വിളിക്കപ്പെട്ടേക്കാം. ഗ്യാരണ്ടി തീർന്നു. പെട്ടെന്ന് എൻ്റെ മരണം സംഭവിച്ചാൽ ഇക്കാര്യം ആരും അറിയാതെ പോകരുതല്ലോ. അച്ഛൻ എന്തിനാ വേണ്ടാത്ത കാര്യങ്ങൾ പറയുന്നത്? രോഹിത്ത് അസ്വസ്ഥനായി. നിന്നോട് എങ്ങനെ പറഞ്ഞു തുടങ്ങണമെന്ന് എനിക്കറിയില്ല. അലീനയെക്കുറിച്ചും ജയന്തിയെക്കുറിച്ചുമാണ് എനിക്ക് പറയാനുള്ളത്. അച്ഛൻ ധൈര്യമായിട്ട് പറഞ്ഞു. ഞാൻ അച്ഛന് തന്ന വാക്ക് പാലിക്കും. ബാലചന്ദ്രമേനോൻ കൈപ്പടങ്ങൾ വിടർത്തി അതിലേക്ക് നോക്കി ഇരുന്നു. എന്നിട്ട് മുഖമുയർത്തി രോഹിത്തിനെ നോക്കി. നിനക്കറിയാമായിരിക്കും, എൻ്റെ അച്ഛനും അമ്മയുമൊക്കെ ഒരിക്കൽ കൊല്ലപ്പള്ളി കൈതക്കൽ മാളിക വീട്ടിലെ ആശ്രിതരായിരുന്നു. അത് അമ്മ ഇടയ്ക്കിടെ പറയാറുണ്ടല്ലോ, അച്ഛനെ താഴ്ത്തി കെട്ടാൻ വേണ്ടി. അക്കാലത്ത് എനിക്കൊരു മോഹമുണ്ടായി, ജയന്തിയെ കല്യാണം കഴിക്കണമെന്ന്. നന്നേ ചെറുപ്പമാണ്, ഞാൻ പ്രീ-ഡിഗ്രി കഴിഞ്ഞിട്ടേ ഉള്ളൂ. അക്കാലത്ത് എന്നെപ്പോലെ ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് വലിയ അതിമോഹമായിരുന്നു. അഹങ്കാരം എന്ന് തന്നെ പറയാം. ചെറിയ പ്രായമല്ലേ, ബുദ്ധിയും ബോധവും ഒന്നും വികസിച്ചിട്ടില്ല. എന്തായാലും ഞാൻ ആ ഇഷ്ടം പ്രകടിപ്പിക്കാൻ ശ്രമിച്ചതിൻ്റെ ഫലമായിട്ട് അച്ഛന് അവിടുത്തെ ജോലി ഉപേക്ഷിച്ചു. ഉള്ളതൊക്കെ വിറ്റുപറക്കി കൊല്ലപ്പള്ളിയിൽ നിന്ന് കുടുംബസമേതം സ്ഥലം വിടേണ്ടി വന്നു. അത് കഴിഞ്ഞാണ് ഞാൻ ഗൾഫിൽ പോയതും പൈസ ഉണ്ടാക്കിയതുമെല്ലാം. രോഹിത്ത് മൂളി. നാട്ടിൽ തിരിച്ചു വന്നപ്പോൾ പഴയൊരു വാശി വെച്ച് ജയന്തിയെ കല്യാണം ആലോചിച്ചു ചെന്നു. ആദ്യം കുറെ എതിർപ്പും പ്രകടിപ്പിച്ചെങ്കിലും പിന്നീട് ജയന്തിയുടെ അച്ഛനും ആങ്ങളമാരുമെല്ലാം സമ്മതം മൂളി. ജയന്തിക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു എന്ന് പിൽക്കാലത്ത് ഞാൻ അറിഞ്ഞു. എന്തായാലും കൊല്ലപ്പള്ളിക്കാരെ ശിവേട്ടനും നീലഗിരിയിലെ ഗംഗേട്ടനും കൂടി ഞങ്ങളുടെ കല്യാണം നടത്തി. രോഹിത്ത് തലയാട്ടി. നീ വിചാരിക്കുന്നുണ്ടാവും അച്ഛനീ പറഞ്ഞതും അലീനയും തമ്മിൽ എന്താണ് ബന്ധമെന്ന്. അതിലേക്കാണ് ഞാൻ വരുന്നത്. അതിനു മുമ്പ് ഞാനും നിന്റെ അമ്മയും തമ്മിലുള്ള വിവാഹം നടക്കാനുണ്ടായ സാഹചര്യം പറഞ്ഞു വെച്ചു എന്ന് മാത്രം. എനിക്ക് മനസ്സിലായി, രോഹിത്ത് സമ്മതിച്ചു. അലീന ഇവിടെ ജോലിക്ക് വന്ന ശേഷം ചില അനിഷ്ട സംഭവങ്ങളുണ്ടായി. ജയന്തിയും ബബിതയും നീയുമെല്ലാം അവളോട് ശത്രുത പ്രഖ്യാപിച്ച് അവൾക്കെതിരെ ഓരോരോ ദ്രോഹപ്രവർത്തികൾ തുടങ്ങി. കൊല്ലപ്പള്ളിയിലെ ശിവേട്ടൻ്റെ മകൻ ഹരിയും അതിൽ പങ്കുചേർന്നു. അവൻ അലീനയ്ക്കെതിരെ ചില നുണകളും പറഞ്ഞു പരത്തി. അവളോട് എങ്ങനെയെങ്കിലും പ്രതികാരം ചെയ്യണമെന്ന് വിചാരിച്ച് നീയും ഹരിയും കൂടി ഒരു കെണിയൊരുക്കി. രാവിലെ കോളേജിൽ പോയ നീ ക്ലാസ് കട്ട് ചെയ്ത് വീട്ടിലെത്തി. മുൻകൂട്ടി തീരുമാനിച്ചതനുസരിച്ച് ഹരിയും വന്നു. അലീനയുടെ ലെമൺ ജ്യൂസിൽ മയക്കുമരുന്ന് കലർത്തി കൊടുക്കാൻ അവളെ മാനഭംഗപ്പെടുത്തുക എന്നതായിരുന്നു നിങ്ങളുടെ പ്ലാൻ. രോഹിത്തിൻ്റെ മുഖം വിളറി, ശിരസ്സു താണു. കഴിഞ്ഞ കാര്യങ്ങളാണ്. നീ അതൊന്നും ഓർക്കാൻ പോലും ഇഷ്ടപ്പെട്ടിട്ടില്ലെന്ന് എനിക്കറിയാം. നിന്നെ കുറ്റപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതല്ല. അന്ന് അലീന കത്രികയെടുത്ത് തന്നെത്താൻ വയറ്റിൽ കുത്തി കയറ്റി ആത്മഹത്യാശ്രമം നടത്തിയതുകൊണ്ട് നിങ്ങളുടെ പ്ലാൻ അമ്പെ പാളിപ്പോയി. അലീന ഗുരുതരാവസ്ഥയിൽ ഹോസ്പിറ്റലിൽ പ്രവേശിക്കപ്പെടുകയും ചെയ്തു. അച്ഛ അന്നത്തെ അറിവില്ലായ്മ കൊണ്ടും അഹങ്കാരം കൊണ്ടും അങ്ങനെയെല്ലാം സംഭവിച്ചു പോയി. ഇനി അതൊക്കെ എന്തിനാ പിന്നെയും? രോഹിത്ത് മനോവ്യഥയോടെ പറഞ്ഞു. പഴയ കാര്യം പറഞ്ഞ് നിന്നെ കുത്തിനോവിക്കാൻ വേണ്ടിയല്ല ഞാൻ ഇനിയും പറയുന്ന കാര്യങ്ങൾ. സംഗതി ഓർമ്മപ്പെടുത്താൻ വേണ്ടി അത്യാവശ്യമായതുകൊണ്ടാണ്. ബാലചന്ദ്രമേനോൻ അവനെ സ്വാന്തനിപ്പിക്കും വിധം ശാന്തസ്വരത്തിൽ പറഞ്ഞു. അന്ന് ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചെത്തിയ ശേഷം നീയും വൈജയന്തിയുമെല്ലാം ഒരുതരം പ്രതികാര മനോഭാവത്തോടെയാണ് അലീനയോട് പെരുമാറിയത്. അതിൽ മനംനൊന്ത് അലീന ഈ വീട്ടിൽ നിന്ന് പിരിഞ്ഞു പോകാൻ ആഗ്രഹിച്ചു. അവളുടെ സങ്കടങ്ങൾ വിവരിച്ചുകൊണ്ട് അവൾ എറണാകുളത്തുള്ള രേവതിക്കുട്ടിക്ക് ഒരു കത്തെഴുതി. ആരും അറിയാത്ത ചില കാര്യങ്ങൾ കത്തിലുണ്ടായിരുന്നു. രജിസ്റ്റർ പോസ്റ്റിലാണ് അയച്ചത്. ആ സമയം രേവതിക്കുട്ടിയും മാമച്ചനും ഭാര്യയും കൂടി ഒരു ടൂറിലായിരുന്നു. എന്നാൽ കത്ത് കൈപ്പറ്റാൻ സാധിച്ചില്ല. അത് റീഡയറക്റ്റ് ചെയ്ത് തിരിച്ച് ഇവിടേക്ക് തന്നെ വന്നു. മഴയുള്ള ഒരു ദിവസം ജ്വല്ലറിയിലേക്ക് പോകാനിറങ്ങിയ എൻ്റെ കയ്യിൽ പോസ്റ്റ്മാൻ തന്ന കത്തുകളിൽ അലീനയുടെ മടങ്ങി വന്ന കത്തും ഉണ്ടായിരുന്നു. ജ്വല്ലറിയിൽ വെച്ച് ഞാനത് പൊട്ടിച്ചു നോക്കി. അങ്ങനെയാണ് അച്ഛൻ ഞാനും ഹരിയും കൂടി നടത്തിയ പ്ലാനിനെ പറ്റി അറിഞ്ഞത് അല്ലേ? രോഹിത് ചോദിച്ചു. ഉവ്. അലീന അതേപ്പറ്റിയെല്ലാം വിസ്തരിച്ച് രേവതിക്കുട്ടിക്ക് എഴുതിയിരുന്നു. ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചത് അലീന ചേച്ചി തന്നെ അച്ഛനോട് എല്ലാം പറഞ്ഞതെന്നായിരുന്നു.
അവളുടെ സ്വഭാവം നിനക്കറിയാമല്ലോ. ഞാൻ അത്രയൊക്കെ കുത്തി നോവിച്ചിട്ടും അവൾ ഒന്നും പറഞ്ഞിട്ടില്ല. അതെവിടെ നിൽക്കട്ടെ, എനിക്ക് പറയാനുള്ള വിഷയം അതല്ല. നീയും ഹരിയും കൂടി നടത്തിയ ഗൂഢാലോചനയേക്കാൾ എന്നെ നടുക്കിയ മറ്റൊരു സംഗതി കൂടി അലീനയുടെ കത്തിലടങ്ങിയിരുന്നു. ബാലചന്ദ്രമേനോൻ എന്ന മനുഷ്യൻ, അയാളുടെ അന്നേ വരെയുള്ള ജീവിതം, അയാൾ വെട്ടിപ്പിടിച്ചതും സ്വന്തമാക്കിയതും സകല നേട്ടങ്ങളും എല്ലാം ഒറ്റ നിമിഷം കൊണ്ട് തകർത്തും തരിപ്പണമായിപ്പോയി. രോഹിത് അത്യാശ്ചര്യത്തോടെ അച്ഛൻ്റെ മുഖത്തേക്ക് തന്നെ ഇമയണക്കാതെ നോക്കി. എന്തായിരുന്നു അച്ഛാ അത്? പറയാം. ഞാൻ അറിഞ്ഞത് എന്താണോ അതിനൊരു സ്ഥിരീകരണം എനിക്ക് വേണമായിരുന്നു. ആരോടും ഒന്നും പറയാതെ ഞാൻ അത് ചെയ്തു. നീലഗിരിക്ക് പോയി ഗംഗേട്ടനെ കണ്ടു. അദ്ദേഹമാണ് ഞാനും ജയന്തിയും തമ്മിലുള്ള വിവാഹം നടത്താൻ കൂടുതൽ താല്പര്യം കാണിച്ചത്. ഗംഗേട്ടനോട് എനിക്ക് ഒരേ ഒരു ചോദ്യമേ ചോദിക്കാനുണ്ടായിരുന്നുള്ളൂ. നിന്റെ അമ്മ ജയന്തി എന്നെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ഒരു കുഞ്ഞിനെ പ്രസവിച്ചായിരുന്നു. രോഹിത് ഞെട്ടിപ്പോയി. അച്ഛൻ എന്ത് അസംബന്ധമാണ് ഈ പറയുന്നത്? സമചിത്തതയോടെയാണ് അച്ഛൻ സംസാരിക്കുന്നത്. ഗംഗേട്ടൻ ഒഴിഞ്ഞു മാറാൻ പഴുതൊന്നുമില്ലായിരുന്നു. ഗംഗേട്ടൻ്റെ ആഗ്ര കണ്ടോൺമെൻറ്റിൽ ജോലി ചെയ്തിരുന്ന കാലത്ത് ജയന്തി കുറേക്കാലം ഗംഗേട്ടനോടൊപ്പം താമസിച്ച് പഠിക്കുകയും അവിടെ ഒരു സ്കൂളിൽ ടീച്ചറായി ജോലി നോക്കുകയും ചെയ്തിരുന്നു. അക്കാലത്ത് തൻ്റെ കീഴിൽ ജോലി ചെയ്തിരുന്ന ഒരു സൈനിക ഓഫീസറുമായി ജയന്തി അടുപ്പത്തിലായി. എന്നും ഡൽഹിയിലെ മിലിറ്ററി സ്ക്വാഡ് ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് ഗംഗേട്ടൻ ട്രാൻസ്ഫറായി പോയപ്പോൾ ജയന്തി അയാളോടൊപ്പം കുറേ കാലം ഒന്നിച്ച് താമസിക്കാനിടയായി എന്നും ഗംഗേട്ടൻ എന്നോട് സമ്മതിച്ചു. ഗംഗേട്ടനും കൊല്ലപ്പള്ളിക്കാരും കൂടി വിവരമറിഞ്ഞ് ജയന്തിയെ കൈയോടെ പിടികൂടി തിരുവനന്തപുരത്തെ ഒരു ബന്ധുവിൻ്റെ വീട്ടിലെത്തിച്ചു. ജയന്തി അന്ന് പൂർണ്ണ ഗർഭിണിയായിരുന്നതിനാൽ നാട്ടുകാരുടെ അപവാദം ഭയന്ന് കൊല്ലപ്പള്ളിക്ക് കൊണ്ടുവന്നില്ല. പകരം നെയ്യാറ്റിൻകരയിലെ ഒരു ഹോസ്പിറ്റലിൽ വെച്ച് ജയന്തിയുടെ പ്രസവം അതീവ രഹസ്യമായി നടത്തി. കുട്ടി മരിച്ചുപോയെന്നും ജയന്തിയെ സ്നേഹിച്ചിരുന്ന ആള് അവളെ ഉപേക്ഷിച്ച് വേറൊരു സ്ത്രീയെ വിവാഹം കഴിച്ചെന്നും എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് ജയന്തിയെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു. ഇത്രയും കാര്യങ്ങൾ ഗംഗേട്ടൻ എൻ്റെ അടുത്ത് സമ്മതിച്ചു. രോഹിത് സ്തംഭിച്ചിരിക്കുകയാണ്. വാക്കുകൾ പൊട്ടിച്ചിത്തറിച്ച് ചീളുകളായി അവൻ്റെ തലച്ചോറിലൂടെ ചീറിപ്പായുന്നുണ്ട്. അവൻ്റെ മനസ്സിലെ വിഗ്രഹങ്ങൾ ശിരസും കൈകാലുകളും മറ്റ് തകർന്നു നിലംപതിക്കുന്നു. നിനക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ലെന്ന് എനിക്കറിയാം. വിശ്വസനീയമായ കള്ളങ്ങൾ ഉള്ളതുപോലെ തന്നെ അവിശ്വസനീയമായ സത്യങ്ങളുമുണ്ട്. ആത്മഹത്യ ചെയ്യണോ കൊലപാതകം നടത്തണോ എന്നറിയാതെ ഭ്രാന്തമായ ഒരു അവസ്ഥയിലൂടെയാണ് ആ ദിവസങ്ങളിൽ നിന്റെ അച്ഛൻ സഞ്ചരിച്ചത്. നിനക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത ഒരു സത്യം കൂടി ഞാൻ പറയാൻ പോവുകയാണ്. ബാലചന്ദ്രമേനോൻ ഒരു മാത്ര നിർത്തിയിട്ട് രോഹിത്തിൻ്റെ മുഖത്തേക്ക് നോക്കി. അന്ന് നെയ്യാറ്റിൻകരയിലെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ വെച്ച് നിന്റെ അമ്മ പ്രസവിച്ച കുഞ്ഞ് യഥാർത്ഥത്തിൽ മരിച്ചു പോയില്ല. അതിനെ നിന്റെ അമ്മയുടെ വീട്ടുകാർ ഒരു അനാഥാലയത്തിൽ ഉപേക്ഷിച്ചു കളഞ്ഞു. അച്ഛൻ ആരാണെന്നറിയാതെ, അമ്മ ആരാണെന്നറിയാതെ, കൂടപ്പിറപ്പുകൾ ആരാണെന്നറിയാതെ ആ പെൺകുഞ്ഞ് അവിടെ വളർന്നു. 23 വർഷക്കാലം. അവളുടെ പേരാണ് അലീന. നിന്റെ അമ്മ പ്രസവിച്ച മകൾ. രോഹിത്തിൻ്റെ ശരീരത്തിലൂടെ അടിമുടി ഒരു വിറയൽ കടന്നുപോയി. അവൻ്റെ ഹൃദയത്തിലേക്ക് ശോഭിച്ച ഒരു കടൽ മുഴുവൻ അടിച്ചു കയറി. അവൻ്റെ ഹൃദയഭിത്തികളിലും ധമനികളിലും അലമാലകൾ ആഞ്ഞടിച്ചു ചിതറി. ജയന്തി സ്വന്തം അമ്മയാണെന്ന് അറിഞ്ഞതിനു ശേഷമാണ് അലീന ഒരു വേലക്കാരിയായി ഈ വീട്ടിൽ വന്നത്. നീ അവളുടെ അനുജനാണെന്നും ബബിതയും കൃഷ്ണമോളും അനുജത്തിമാരാണെന്നും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നിങ്ങളെ അവൾ ഇത്രയധികം സ്നേഹിച്ചത്. നിങ്ങൾക്ക് വേണ്ടി പ്രാണൻ കളയാൻ പോലും അവൾ സന്നദ്ധമായത്. രോഹിത് ശ്വാസം നിലച്ച പോലെ ഇരിക്കുകയാണ്. ഒന്ന് തൊട്ടാൽ പൂഴിമണ്ണ് പോലെ അവൻ പൊടിഞ്ഞു വീഴുമെന്നും ഒന്ന് ഊതിയാൽ അവൻ പഞ്ഞു പോലെ പറന്നു പോകുമെന്നും ബാലചന്ദ്രൻ തോന്നി. പക്ഷേ ജയന്തിക്ക് അറിയില്ല അലീന അവളുടെ മകളാണെന്ന്. അവൾ പ്രസവിച്ച കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ടെന്നോ ഒരു ഓർഫനേജിൽ അത് വളർന്നു വലുതായെന്നോ അവൾക്കറിയില്ല. രോഹിത്തിൻ്റെ കാതിനുള്ളിൽ ഒരു കൊടും ചുഴലിക്കാറ്റിൻ്റെ ആരവം മാത്രം. അവൻ്റെ സ്മൃതമണ്ഡലത്തിൽ കഴിഞ്ഞുപോയ ഓരോരോ രംഗങ്ങളും ഇരുമ്പിയാർന്നു കടപുഴകി വീണു. അലീനയുടെ ആദ്യമായി വീട്ടിലെത്തിയത്, അവൻ അവളുടെ അടുക്കൽ പ്രകടിപ്പിച്ച ശൃംഗാര ചേഷ്ടകൾ, അവളുടെ നേർക്ക് കാണിച്ച വെറുപ്പും വിദ്വേഷവും, അവൾക്കെതിരെ നടത്തിയ ഗൂഢാലോചനകൾ, അവളെ തേജോവധം ചെയ്യാൻ വേണ്ടി കെട്ടിച്ചമച്ച അപവാദങ്ങളും ആരോപണങ്ങളും, ഒടുക്കം പ്രതികാര വ്യഗ്രതയോടെ നടത്തിയ ബലാത്സംഗ ശ്രമം. അപ്പോഴെല്ലാം അലീന ചേച്ചിക്ക് അറിയാമായിരുന്നു താൻ ചേച്ചിയുടെ സ്വന്തം സഹോദരനാണെന്ന്. നീലക്കിടക്ക വിരിക്കയിൽ മഷിത്തുള്ളികൾ വീണതുപോലെ പാടുകൾ പതിയുന്നത് കണ്ട് ബാലചന്ദ്രമേനോൻ അമ്പരപ്പിൽ രോഹിത്തിൻ്റെ മുഖത്തേക്ക് നോക്കി.
ട്യൂബിൻ്റെ വെളിച്ചം പിന്നിൽ നിന്നായതിനാൽ മുഖം ശരിക്ക് കാണാൻ വയ്യ. തല താഴ്ത്തി പിടിച്ചിരിക്കുകയാണ്. കിടക്കവിരിയിലെ മഷിത്തുള്ളികളുടെ എണ്ണം കൂടിക്കൂടി വരുന്നു. ബാലചന്ദ്രമേനോൻ മുന്നോട്ടാഞ്ഞിരുന്ന് വല്ലായ്മയോടെ അവൻ്റെ തോളത്ത് കൈവച്ചു. രോഹിത്. അവൻ്റെ മുഖം തെല്ലുയർത്തി. ഇരു കണ്ണിൽ നിന്നും ധാരധാരയായി കണ്ണുനീർ ഒഴുകുന്നു. അച്ഛൻ ഇതുവരെ എന്നോട് പറഞ്ഞില്ലല്ലോ. പൊടുന്നിനെ അവൻ വിങ്ങിപ്പൊട്ടി. പറയാനുള്ള സമയമായിട്ടില്ലായിരുന്നു. ഇപ്പോഴും നിന്നോട് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അച്ഛൻ അലീനയ്ക്കൊരു വാക്ക് കൊടുത്തിട്ടുണ്ട്. എനിക്ക് വല്ലതും സംഭവിച്ചു പോയാൽ അതിനു മുമ്പ് നീയെങ്കിലും സത്യം അറിഞ്ഞിരിക്കണം എന്ന് എനിക്ക് തോന്നി. താങ്ങാൻ വയ്യാത്തോടത്ത് താളം തെറ്റാതിരിക്കണേൽ അച്ഛൻ ഏറ്റുവാങ്ങിക്കഴിഞ്ഞു. ഞാൻ മാത്രമല്ല, അലീനയും. അച്ഛൻ പറയണമായിരുന്നു അലീന ചേച്ചിയോട്. ഞങ്ങളെല്ലാവരും എന്തെല്ലാം ദ്രോഹം കാണിച്ചു വച്ചാ അതൊക്കെ ഒഴിവാക്കാമായിരുന്നില്ലേ? അമ്മ ഇതറിയുമ്പോൾ എങ്ങനെ സഹിക്കും? രോഹിത് ഏങ്ങലടിച്ചു. ബാലചന്ദ്രമേനോൻ ഒന്നും മിണ്ടാതെ അവൻ്റെ തോളത്ത് മെല്ലെ തട്ടിക്കൊണ്ടിരുന്നു. രോഹിത് പെട്ടെന്ന് എഴുന്നേറ്റ് ഷർട്ടിൻ്റെ തുമ്പുയർത്തി കണ്ണു തുടച്ചുകൊണ്ട് മുറിയിൽ നിന്നും ഇറങ്ങിപ്പോയി. ബാലചന്ദ്രമേനോൻ ആശയക്കുഴപ്പത്തിൽ പെട്ടതുപോലെ അല്പനേരം കൂടി അവിടെ തന്നെ ഇരുന്നു. താൻ രോഹിത്തിനോട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞത് വിഡിത്തമായി പോയോ എന്നൊരു ശങ്കയോടെ അയാൾ എഴുന്നേറ്റു. പാസേജിലേക്ക് ഇറങ്ങി നോക്കിയപ്പോൾ രോഹിത്തിൻ്റെ വാതിൽ ചാരിയിട്ടിരിക്കുന്നത് കണ്ടു. വാതിൽ മെല്ലെ തുറന്നു നോക്കി. മുറിക്കുള്ളിൽ ആരുമില്ല. അപ്പോഴാണ് കോണിപ്പടിയിൽ നിന്ന് തേങ്ങൽ കേട്ടത്. ബാലചന്ദ്രമേനോൻ ചെന്ന് നോക്കുമ്പോൾ രോഹിത് പടിയിലിരുന്ന് ഗ്രില്ലിലേക്ക് തലവെച്ച് വിങ്ങിപ്പൊട്ടുകയാണ്. ബാലചന്ദ്രമേനോൻ അരികെ ചെന്ന് അവനെ തൊട്ടു വിളിച്ചു. രോഹിത്, എഴുന്നേറ്റ് വാ. അവൻ അങ്ങനെ തന്നെ ഇരുന്നു. ഇവിടെ ഇരുന്ന് കരയരുത്. ഉറങ്ങിക്കിടക്കുന്നവരും കൂടി എഴുന്നേറ്റ് വരും. ബാ, അയാൾ അടക്കിയ സ്വരത്തിൽ പറഞ്ഞു. കണ്ണും കവിളും തുടച്ചുകൊണ്ട് രോഹിത് എഴുന്നേറ്റു. ബാലചന്ദ്രമേനോന്റെ തോളത്ത് കൈ വെച്ചു ചേർത്തു പിടിച്ചു നിർത്തി. രോഹിത്തിൻ്റെ അവൻ്റെ മുറിയിൽ എത്തിച്ചു. കട്ടിലിൽ ഇരുത്തിയിട്ട് അവൻ്റെ മുമ്പിലേക്ക് കസേര വലിച്ചിട്ട് ഇരുന്നു. നീ ഇങ്ങനെ സില്ലിയായാലോ? നാളെ ഒരിക്കൽ ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കാണേണ്ടവനാണ് നീ. ബാലചന്ദ്രമേനോൻ അവനെ ഓർമ്മിപ്പിച്ചു. അച്ഛൻ എന്തുകൊണ്ടാണ് ഇത് മറച്ചു വെച്ചത്? ഗദ്ഗതം കൊണ്ട് അവൻ്റെ തൊണ്ട അടഞ്ഞു. ഞാൻ എന്ത് ചെയ്യണമായിരുന്നു? അച്ഛനത് മുൻപേ തന്നെ തുറന്നു പറയണമായിരുന്നില്ലേ? പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങളുടെ പ്രശ്നം തീരുമായിരുന്നില്ലേ? അമ്മ മോളെ തിരിച്ചറിഞ്ഞ് സഹോദരങ്ങൾ ചേച്ചിയെ തിരിച്ചറിയുന്നു. നാടകം ശുഭം. അച്ഛനെപ്പറ്റി മാത്രം എൻ്റെ മോൻ ചിന്തിച്ചില്ല. അച്ഛനും അലീന ചേച്ചിയെ ഇഷ്ടമല്ലേ? ഞങ്ങളെക്കാളൊക്കെ. അതെ, അവൾ ജയന്തിയുടെ മകളായതുകൊണ്ടല്ല, എൻ്റെ മക്കളുടെ ചേച്ചിയായതുകൊണ്ടുമല്ല. അവളുടെ സ്നേഹവും നന്മയും സ്വഭാവ നൈർമല്യവും കണ്ടിട്ട് ഇഷ്ടമായതാണ്. 22 വർഷക്കാലം സത്യം മറച്ചുവെച്ച് അച്ഛൻ്റെ മുൻപിൽ അഭിനയിച്ച അമ്മയെ അതേപടി അംഗീകരിക്കാനും സ്വീകരിക്കാനും അച്ഛന് ബുദ്ധിമുട്ടുണ്ട്. അലീന ജയന്തിയുടെ മകളാണെന്ന സത്യം എല്ലാവരും അറിഞ്ഞ ശേഷം അച്ഛൻ നിങ്ങളോടൊപ്പം ഈ വീട്ടിലുണ്ടാവില്ല. പിന്നെ എനിക്ക് നിന്റെ അമ്മയുടെ ഭർത്താവായി തുടരാൻ സാധ്യമല്ല. നിന്റെ അമ്മയും ഒരുപക്ഷെ എൻ്റെ ഭാര്യാസ്ഥാനത്ത് നിന്ന് സ്വയം പിരിഞ്ഞു പോയെന്നിരിക്കും. നിങ്ങളുടെ വളർച്ചയുടെ ഘട്ടത്തിൽ അങ്ങനെ ഒരു ഗുരുതരമായ പ്രതിസന്ധി നിങ്ങളുടെ മുമ്പിലേക്ക് തന്നിട്ട് പരസ്പരം പിരിഞ്ഞു പോകാൻ അച്ഛൻ ആഗ്രഹിച്ചില്ല. അതുകൊണ്ടാണ് ഒന്നും തുറന്നു പറയാതിരുന്നത്. ഞങ്ങൾ തമ്മിൽ ഇതറിഞ്ഞു കഴിഞ്ഞതിനു ശേഷം ഒന്നിച്ചൊരു ജീവിതമില്ല. രോഹിത് കാര്യഗൗരവം വേണ്ടത്ര പിടികിട്ടാത്ത മട്ടിൽ അച്ഛൻ്റെ മുഖത്തേക്ക് നോക്കിയിരുന്നു. അലീന ചേച്ചി ഇപ്പോൾ എവിടെയാണ്? അച്ഛൻ പറഞ്ഞില്ല. ജയന്തിയുമായി ആഗ്രയിൽ അടുപ്പമുണ്ടായിരുന്ന ഒരു മിലിറ്ററി ഓഫീസറുടെ കാര്യം ഞാൻ പറഞ്ഞിരുന്നല്ലോ. കിട്ടിയ വിവരങ്ങൾ വെച്ച് അയാളെപ്പറ്റി അന്വേഷിച്ചു. ആർമിയിൽ നിന്ന് പിരിഞ്ഞ് അയാളിപ്പോൾ കുളത്തൂപ്പുഴയിലാണ് താമസം. റിട്ടയർഡ് കേണൽ സ്റ്റാൻലി ജോസഫ്, അയാളാണ് അലീനയുടെ അച്ഛൻ. ഞാൻ അവളെ സ്വന്തം അച്ഛൻ്റെ കയ്യിൽ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. അവിടെ താമസിച്ചുകൊണ്ടാണ് അവൾ നിങ്ങളുടെ ഫോണിൽ സംസാരിക്കുന്നത്. രോഹിത് ആശ്ചര്യത്തോടെ അച്ഛനെ നോക്കിയിരുന്നു. അമ്മ എന്തെങ്കിലും അതറിയണ്ടേ അച്ഛ? അമ്മ അത് അറിയുന്നതാണ് നിനക്ക് പ്രധാനമെങ്കിൽ ഇക്കാര്യം എല്ലാവരോടും പറയാം. ഭവിതയുടെയും കൃഷ്ണമോളെയും കൊല്ലപ്പള്ളിക്കാരെയും അറിയിക്കാം. പക്ഷേ അച്ഛൻ നിങ്ങളോടൊപ്പം തുടരണമെന്നുണ്ടെങ്കിൽ അത് പാടില്ല. നിനക്കിഷ്ടമുള്ള തീരുമാനമെടുക്കാം. ആരോടും പറയില്ലെന്ന് നീ എനിക്ക് വാക്ക് തന്നതുപോലും ലംഘിക്കാം. അച്ഛാ, രോഹിത്തിൻ്റെ കണ്ടമിടറി. അലീന ചേച്ചി ഈ വീട്ടിലല്ലേ താമസിക്കേണ്ടത്? നമ്മുടെ കൂടെ. എന്നിട്ട് വേറെ എവിടെയോ പോയി. എനിക്കിനി ഒന്നും നിന്നോട് പറയാനില്ല. കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള പ്രായവും പക്വതയും നിനക്കുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇന്ന് രാത്രി നീ ശാന്തമായിട്ട് ഉറങ്ങ്. നേരം വെളുക്കുമ്പോൾ നിനക്കൊരു ഉത്തരം കിട്ടിയിരിക്കും. ബാലചന്ദ്രമേനോൻ അവൻ്റെ തോളത്ത് തട്ടിയിട്ട്
മുറിവിട്ടിറങ്ങി വാതിലിൽ ചാരി കിടക്കറയിലേക്ക് നടക്കുമ്പോൾ ഹൃദയഭാരം പാതി കുറഞ്ഞതുപോലെ അയാൾക്ക് തോന്നി. തൻ്റെ മകനിലേക്ക് അത് ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നു. ഇനി അവനാണ് ആ ഭാരം ചുമക്കേണ്ടവൻ. രോഹിത്തിന് ഉറങ്ങാൻ കഴിയുന്ന രാത്രിയായിരുന്നില്ല അത്. അവൻ ചിലപ്പോൾ അസ്വസ്ഥനായി മുറിയിലൂടെ നടന്നു, മറ്റു ചിലപ്പോൾ നഖം കടിച്ചുകൊണ്ട് കിടക്കയിലിരുന്നു. ഒരു വേള അവൻ എഴുന്നേറ്റ് പോയി കമ്പ്യൂട്ടർ ഓൺ ചെയ്തു. അതിനുള്ളിലെ ഫോട്ടോസുകളുടെയും ഫോൾഡറുകളുടെയും എടുത്തു. അലീനയുമൊത്ത് അവർ രേവതിക്കുട്ടിയുടെ വീട്ടിൽ പോയപ്പോഴെടുത്ത ചിത്രങ്ങളും ഫയൽ തുറന്നു. അലീന ചേച്ചിയുടെ ഒരു ക്ലോസപ്പ് ചിത്രം സ്ക്രീനിൽ നിറഞ്ഞു. താൻ ക്ലിക്ക് ചെയ്തതാണ്. ചുണ്ടുകളിൽ സ്നേഹലോലമായ പുഞ്ചിരിയും കണ്ണുകളിൽ വഴിഞ്ഞൊഴുകുന്ന സ്നേഹ വാത്സല്യങ്ങളുമായി തൻ്റെ മുഖത്തേക്ക് നോക്കി നിൽക്കുകയാണ്. അതിലേക്ക് നോക്കിയിരിക്കെ രോഹിത് വീണ്ടും കരച്ചിൽ വന്നു. താൻ എന്തുമാത്രം വേദനിപ്പിച്ചിട്ടുണ്ട്. അപ്പോഴെല്ലാം അലീന ചേച്ചിക്ക് അറിയാമായിരുന്നല്ലോ സ്വന്തം അനുജനാണെന്ന്. ഈ ക്രൂരതയെല്ലാം കാണിക്കുന്നതെന്ന് ആരോട് പരാതി പറയാതെ എല്ലാം നിശബ്ദമായി സഹിച്ചു. തെറ്റുകളിലേക്ക് താൻ കാലിടറി വീഴാതിരിക്കാൻ അലീന ചേച്ചിയുടെ പ്രത്യേകമായ ഒരു ശ്രദ്ധ തൻ്റെ മേലുണ്ടായിരുന്നുവെന്ന് ഇപ്പോൾ തിരിച്ചറിയാൻ കഴിയുന്നു. ഒരിക്കൽ ഒരു പെൺകുട്ടിയെയും കൂട്ടി ക്ലാസ് കട്ട് ചെയ്ത് വീട്ടിലെത്തിയതും അലീന ചേച്ചി ഫോൺ ചെയ്ത് അച്ഛനെ വരുത്തിയതും അവന് ഓർമ്മ വന്നു. ഹരിശങ്കറിൻ്റെ പ്രലോഭനത്തിൽപ്പെട്ട് അതിനാട്ടെ റബ്ബർ തോട്ടത്തിലുള്ള ആൾവാസമില്ലാത്ത വീട്ടിലേക്ക് യാത്ര പുറപ്പെടുമ്പോഴും അലീന ചേച്ചി വിലക്കിയിരുന്നു. ഇതേ മുറിയിൽ തന്നെ വയറ്റിൽ കത്രിക കുത്തിക്കയറ്റി കുതിച്ചൊഴുകുന്ന ചോര ഈ കൈപ്പത്തി കൊണ്ട് പൊത്തിപ്പിടിച്ച് നിൽക്കുന്നതിനോട് പറഞ്ഞ വാക്കുകൾ ഇപ്പോഴും അവൻ ഓർത്തു. രക്ഷപ്പെട്ടു പോയിക്കോ, ഇവിടെ എന്താ നടന്നതെന്ന് ഞാൻ ആരോടും പറയില്ല. തനക്ക് വേണ്ടിയാണ് അലീന ചേച്ചി ഏറെ കഷ്ടപ്പെട്ടതും ഏറ്റവും അധികം സങ്കടം അനുഭവിച്ചതും. തന്നെ കേസിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി സ്വന്തം ജീവൻ പോലും പണപ്പെടുത്തിക്കൊണ്ട് അലീന ചേച്ചി ശരണ്യയുടെ വീട്ടിൽ പോയ സംഭവം ഇന്നും ഒരു ഉൾക്കിടിലത്തോടെ മാത്രമേ ഓർക്കാൻ കഴിയൂ. തനക്ക് സുഖമില്ലാതിരുന്നപ്പോൾ ഒരമ്മയുടെ വാത്സല്യത്തോടെ തന്നെ പരിചരിച്ചു. തൻ്റെ മനസ്സിടിഞ്ഞു താഴ്ന്നിരുന്നപ്പോൾ കൂടെ കൊണ്ടു നടന്ന് ആത്മവിശ്വാസം നൽകി. അലീന ചേച്ചിയുടെ സന്നദ്ധമായും സ്നേഹപൂർണമായ ശിക്ഷണവും ഇല്ലായിരുന്നെങ്കിൽ തൻ്റെ ജീവിതം നാശഗർത്തത്തിൽ ചെന്ന് പിടഞ്ഞേനെ. രോഹിത് കമ്പ്യൂട്ടറിലെ ചിത്രങ്ങളെല്ലാം ഓരോന്നായി സെലക്ട് ചെയ്തു തൻ്റെ തോളത്ത് കൈയിട്ട് അലീന ചേച്ചി ചിരിച്ചു നിൽക്കുന്ന പടങ്ങൾ രേവതിക്കുട്ടി ക്ലിക്ക് ചെയ്തിട്ടാണ് എന്ന് അവൻ ഒരു കമൻറ്റ് പറയുകയും ചെയ്തല്ലോ. നല്ല അസല് ചേച്ചിയും അനുജനും. അത് ഒറിജിനൽ തന്നെ, ഒരു സംശയം വേണ്ട. അപ്പോൾ അലീന ചേച്ചി അവളെ ശാസനപൂർവ്വം നോക്കിയതും രോഹിത് ഇപ്പോൾ ഓർത്തു. കണ്ടിട്ടും മതി വരാതെ അവൻ വീണ്ടും ആവർത്തിച്ച് ചിത്രങ്ങൾ നോക്കിക്കൊണ്ടിരുന്നു. പിന്നെ എപ്പോഴോ കമ്പ്യൂട്ടർ ഓഫ് ചെയ്ത് പോയി കിടന്നു. ആദ്യം മുതൽ എല്ലാം അവൻ മനസ്സിലിട്ട് പദം വരുത്തി ആലോചിച്ചു നോക്കി. അച്ഛനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ അവന് ദുഃഖം അനുകമ്പയും തോന്നി. അത് വേറിട്ട് കാണേണ്ട ഒരു പ്രശ്നമാണെന്ന് അവന് മനസ്സിലായി. വെളുപ്പാങ്കാലത്താണ് രോഹിത് ഒന്ന് മയങ്ങിയത്. ഉണർന്നപ്പോൾ വൈകി. അവൻ സിറ്റൗട്ടിലെത്തിയപ്പോൾ അച്ഛൻ്റെ പത്രവായന കഴിഞ്ഞിരുന്നു. ബാലചന്ദ്രൻ ഒന്നും സംഭവിക്കാത്തതുപോലെ അവനോട് ഗുഡ് മോർണിംഗ് പറഞ്ഞു. അവൻ തിരിച്ചു. നിന്റെ കണ്ണ് ചുവന്നിരിക്കുന്നു, ഒട്ടും ഉറങ്ങിയില്ലേ നീ? ഉറങ്ങി, നീ വിഷമിക്കരുത്. അതിനുവേണ്ടിയാണ് ഞാൻ നിന്നോട് എല്ലാം തുറന്നു പറഞ്ഞത്. അച്ഛൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അവൻ്റെ കണ്ണ് നിറഞ്ഞു. അച്ഛൻ എന്നെ അലീന ചേച്ചിയുടെ അടുത്ത് കൊണ്ടുപോകാമോ? ബാലചന്ദ്രൻ വിസ്മയത്തോടെ അവനെ നോക്കി. ഇന്നോ? എനിക്കൊന്ന് കാണണം അച്ഛാ, ഇല്ലെങ്കിൽ എൻ്റെ ചങ്ക് പൊട്ടിപ്പോവും. അവൻ്റെ കണ്ണിൽ നിന്ന് നീർത്തുള്ളികൾ തുളുമ്പി. കൊണ്ടുപോകാം, അയാൾ അലിവോടെ പറഞ്ഞു. പക്ഷേ ഇന്നല്ല, നാളെ. രോഹിത് പെട്ടെന്ന് തൻ്റെ കൈപ്പത്തി കൊണ്ട് മുഖം തുടച്ച് വിതുമ്പി. അലീന പൂച്ചെടികൾ നനയ്ക്കുകയായിരുന്നു. ആദ്യക്കുട്ടിച്ചായനുമുണ്ട് അവളോടൊപ്പം. അവളാണ് ഹോസ് പൈപ്പ് ചെടികൾക്കിടയിലൂടെ വലിച്ച് നീളം ക്രമീകരിച്ചുകൊണ്ടിരുന്നത്. പൂച്ചെടികൾക്കിടയിൽ നീണ്ട പച്ചിലപ്പാമ്പ് കണക്ക് ഹോസ് പൈപ്പ് ഇഴയുമ്പോഴെല്ലാം നായ്ക്കുട്ടികൾ രണ്ടും അത് ചാടിക്കടിച്ച് എതിർദിശയിലേക്ക് വലിച്ചുകൊണ്ടിരുന്നു. അലീന തിരിഞ്ഞു നോക്കി ശാസിക്കുമ്പോഴെല്ലാം അവർ കടിച്ചു പിടിച്ച ഹോസ് പൈപ്പ് താഴെയിടും. അവർക്ക് അതൊരു കളിയാണ്. രാവിലെ ജീപ്പ് ഓടിച്ച് തോട്ടത്തിലേക്ക് പോയ സ്റ്റാൻലി ഇനിയും മടങ്ങി വന്നിട്ടില്ല. ഹോൺ ശബ്ദവും കാറിൻ്റെ ഇരമ്പലും കേട്ട് അലീന മുഖം തിരിച്ചു നോക്കി. കടപ്പാട്ടൂരെ അച്ഛൻ്റെ കാറ്. അലീന അതിശയിച്ചു പോയി. അത് കുടിച്ചാൽ നെറ്റി ചുളിച്ചു. അയാളും ബാലചന്ദ്രൻ്റെ കാർ തിരിച്ചറിഞ്ഞു. മിനിഞ്ഞാന്നല്ലേ അയാൾ ഇവിടെ വന്നിട്ട് പോയത്? അനിഷ്ടത്തോടെ
അവധക്കുട്ടിച്ചായൻ പിറുപിറുത്തു. ഇങ്ങനെ കൂടെ കൂടെ വന്ന് ലാലിച്ചതിന് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. കാർ മുറ്റത്ത് എത്തിയപ്പോഴേക്കും അലീന ഓസ് താഴെയിട്ട് കാറിനടുത്തേക്ക് ഓടിച്ചെന്നു. ബാലചന്ദ്രൻ മേനോൻ കാറിൽ നിന്ന് ഇറങ്ങി. അച്ഛൻ എന്താ പിന്നെയും വന്നത്? എന്തു പറ്റി? അവൾ ഉത്കണ്ഠയോടെ ചോദിച്ചു. ഞാൻ മാത്രമല്ല, രോഹിത്തുമുണ്ട്. അവന് നിന്നെയൊന്ന് കാണണമെന്ന് പറഞ്ഞു. ഇപ്പോഴാണ് അവൾ കാറിനുള്ളിലേക്ക് നോക്കിയത്. രോഹിത് കാറിനുള്ളിൽ ഇരിപ്പുണ്ട്. അലീന അമ്പരപ്പോടെ ബാലചന്ദ്രന്റെ മുഖത്തേക്ക് നോട്ടം തിരിച്ചു. അതിന് അനേകം അർത്ഥങ്ങളുണ്ടായിരുന്നു. അതിൽ ധാരാളം ചോദ്യങ്ങളും ഉണ്ടായിരുന്നു. 2 നിമിഷം കൊണ്ട് അലീന സമചിത്തത വീണ്ടെടുത്തു. അവൾ വേഗം കാറിന്റെ മറുവശത്തേക്ക് ചെന്നു. അപ്പോഴേക്ക് ഡോർ തുറന്ന് രോഹിത്ത് ഇറങ്ങി. അവന്റെ കണ്ണുകൾ കലങ്ങിയിരിക്കുന്നു. അവന്റെ മുഖത്ത് സന്തോഷമില്ല, കഥനമാണ് അവൾ കണ്ടത്. അലീന, ബാലചന്ദ്രൻ മേനോൻ പറഞ്ഞു, നീ അവനെ റൂമിലോട്ട് കൂട്ടിക്കൊണ്ടുപോകും. അവന് നിന്നോട് സംസാരിക്കണം. ഇവിടെ വെച്ച് ഒന്നും പറയണ്ട. അലീന അവന്റെ കരം ഗ്രഹിച്ചു. വാ, അവൾ അവനെ വിളിച്ചു. രോഹിത്ത് തൂവാല കൊണ്ട് തൻ്റെ കണ്ണു മറച്ചു. അലീനയുടെ മനസ്സിൽ തീ കോരിയിട്ടുകൊണ്ട് വേരുപടലമുള്ള ഒരു കൊള്ളിയാൻ മിന്നി. സിറ്റൗട്ടിലൂടെ കടന്നു പോകുമ്പോഴും ഇടനാഴി പിന്നിട്ട് മുറിയിലേക്ക് കടക്കുമ്പോഴും അവൾ അവനോട് സംസാരിച്ചില്ല. മുറിയിലേക്ക് കടന്നിട്ട് അവൾ വാതിൽ ചാരി. എന്നിട്ട് രോഹിതിനെ അഭിമുഖമായി ഇരുന്നു. രോഹിത്തെ, എന്തു പറ്റി നിനക്ക്? നിന്റെ മുഖമെന്താ വല്ലാതെ ഇരിക്കുന്നേ? അവൻ ദയനീയമായി അവളെ നോക്കി. പെട്ടെന്ന് കൈലേസുമായി കണ്ണും മൂടി അവൻ വിങ്ങിക്കരഞ്ഞു. എന്താടാ മോനെ, എന്നോട് പറയ്. അലീന ചേച്ചി അവൻ്റെ കുനിഞ്ഞ മുഖം പിടിച്ചുയർത്തി. ചോദ്യഭാവത്തിൽ അവൻ്റെ കരഞ്ഞ കണ്ണുകളിലേക്ക് നോക്കി. അലീന ചേച്ചി എന്നോട് പറഞ്ഞില്ലല്ലോ. അപ്പോഴേ അവൻ്റെ ഹൃദയം പൊട്ടിപ്പോയി. വാവിട്ട് കരഞ്ഞു. അവളുടെ തോളത്തേക്ക് മുഖം അമർത്തി. അലീന ഉൾക്കിടലത്തോടെ ഏതാനും നിമിഷം അങ്ങനെ തന്നെ നിന്നു. പിന്നെ മെല്ലെ അവനെ ആശ്ലേഷിച്ച് അവൻ്റെ അടുക്കി പിടിച്ച് ശിരസിലും പുറത്തും തലോടി. കരയല്ലേ മോനെ, കരയല്ലേ. അവൾ കണ്ണീരോടെ മന്ത്രിച്ചു കൊണ്ടിരുന്നു. എത്ര ആശ്വസിപ്പിച്ചിട്ടും അവൻ്റെ കരച്ചിൽ നിൽക്കുന്നതുമില്ല. കണ്ണുനീർ ഇടമുറിയാതെ ഒഴുകി അവളുടെ ചുമൽ നനച്ചു കുതിർന്നു. നെഞ്ചിൽ കിടന്ന് അലതല്ലുന്ന തേങ്ങലുകളിൽ നിന്ന് അവൾക്ക് അത് മനസ്സിലായി കഴിഞ്ഞിരുന്നു. തൻ്റെ അനുജൻ തന്നെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അവൻ്റെ ഹൃദയതാപം അതിവേഗം അടങ്ങുന്നതല്ല. അത്രമേൽ അവൻ അവളെ വേദനിപ്പിച്ചിട്ടുണ്ട്. ഞാൻ അറിയാതെ ചെയ്തു പോയതാ. എന്നോട് ക്ഷമിക്കണേ ചേച്ചി, എന്നോട് ക്ഷമിക്കണേ. നിലത്തേക്ക് ഊർന്നു വീണ് അവളുടെ കാലുകളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അവൻ ക്ഷമയാചിച്ചുകൊണ്ടിരുന്നു. ബാലചന്ദ്രമേനോനും അവധക്കുട്ടിച്ചായനോട് അല്പനേരം സംസാരിച്ചു നിന്നു. അവർക്ക് സംസാരിക്കാൻ വിഷയങ്ങളൊന്നും ശേഷിച്ചില്ല. അവധക്കുട്ടിച്ചായനെ വീട് വിട്ട് അയാൾ ഇടനാഴിയിലേക്ക് കടന്നു. അലീനയുടെ മുറിയുടെ വാതിക്കൽ വന്നു നോക്കി. ചാരിയിട്ടിരിക്കുകയാണ് വാതിക്കൽ. അടക്കി പിടിച്ച തേങ്ങലുകൾ കേൾക്കാം. ബാലചന്ദ്രൻ വാതിൽക്കൽ അല്പം തുറന്നു. അലീന കട്ടിലിരിക്കുകയാണ്. രോഹിത് നിലത്തും. അവൻ്റെ ശിരസ് മടിയിലെടുത്തു വെച്ച് തഴുകുന്നുണ്ട് അവൾ. മുഖം കുനിച്ച് അവൻ്റെ നെറുകയിൽ ഉമ്മ വയ്ക്കുകയും ആശ്വാസവാക്കുകൾ മന്ത്രിക്കുകയും ചെയ്യുന്നുണ്ട്. അവളുടെ മുഖവും കണ്ണീരിൽ കുതിർന്നിരിക്കുന്നു. കണ്ണീരിൻ്റെ നൈർബലത്തിൽ സ്നാനം ചെയ്ത് പശ്ചാത്തപിക്കുകയും ക്ഷമിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന രണ്ടാത്മാക്കൾ മാത്രമായി അവരുടെ രൂപാന്തരപ്പെടുന്ന ഒരു പവിത്രമായ ലോകത്തേക്ക് കടന്നു ചെന്ന് അവരെ അലോസരപ്പെടുത്താൻ മനസ്സുള്ളവരെ ബാലചന്ദ്രമേനോൻ പിൻവാങ്ങി.